ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിനൊപ്പം ചേരണം. ഇത് ഭാരതീയ സംസ്കാരം വച്ചു പുലർത്തുന്ന നാടാണ്. ഇവിടെ മുസ്ലിം തീവ്രവാദം നടക്കില്ല. IS റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ തുറന്ന് സമ്മതിച്ചതിന് പിന്നാലെ PC ജോർജ് നടത്തിയ പ്രതികരണത്തിന്റെ രത്നച്ചുരുക്കം ഇതാണ്. താൻ കഴിഞ്ഞ 2 വർഷമായി പറയുന്ന കാര്യം തന്നെയാണ് P. ജയരാജനും അംഗീകരിച്ചിരിക്കുന്നത് എന്ന് PC ജോർജ് പറഞ്ഞു. ആത്മാർത്ഥമായാണ് എങ്കിലും അല്ലെങ്കിലും അത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ച ജയരാജന് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം പ്രീണനം അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം അതിലേറെ നഷ്ടം സഹിക്കേണ്ടി വരും. രാജ്യത്തെ സകല മേഖലകളിലും IS ഭീകരവേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി അല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഇതിനു മുൻപേ ഭീകരത തഴച്ചു വളരുകയും കലാപങ്ങൾക്ക് രാജ്യം സാക്ഷിയാവുകയും ചെയ്തേനെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ മുസ്ലിം രാജ്യമാക്കണമെന്നും മുസ്ലിം അല്ലാത്ത ആരും ഇവിടെ ജീവിക്കേണ്ട എന്ന ദുഷ്ട ചിന്താഗതിയാണ് എല്ലാവർക്കും. ഇന്ത്യ ഒരു രാജ്യമാണ്. ഇവിടുത്തെ രീതികൾ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഭാരതീയ സംസ്കാരം വച്ചു പുലർത്തുന്ന അങ്ങനെയുള്ള ഒരു നാട്ടിൽ മുസ്ലിം തീവ്രവാദം വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും ഒറ്റ ദിവസം കൊണ്ട് കൊന്നു തീർക്കാൻ കഴിയില്ല. ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി ഹിന്ദുവിനൊപ്പം ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിക്കണമെന്നും സമാധാനപരമായി സമൂഹം പോകണമെന്നും ആഗ്രഹിക്കുന്നവരും ഭാരതത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരും ഹൈന്ദവ സംസ്കാരത്തിനൊപ്പം യോജിച്ചു പോവുക. അതല്ലാതെ രക്ഷപ്പെടില്ല. ചൈനയും പാകിസ്ഥാനും IS ഭീകരർക്ക് സർവ്വ പിന്തുണയും നൽകുന്നു. ഏത് സമയത്തും ഈ രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇടതുപക്ഷത്തെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു എന്ന ആ ഒരു പ്രസ്താവന പലയിടത്തും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. CPM നേതാവ് P. ജയരാജൻ വെളിപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. അതോടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിച്ച കാഫിർ പോസ്റ്റിന് ശേഷം വീണ്ടും വിവാദങ്ങൾ ശക്തമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് IS റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന് തുറന്നടിച്ചാണ് ഇസ്ലാം തീവ്ര വർഗീയത എന്നത് അപകടകരമാണ് എന്ന് വെളിപ്പെടുത്തി CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ P. ജയരാജൻ രംഗത്തെത്തിയത്. കേരളത്തിൽ നിന്നും ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന സംഘടനയായ IS-ലേക്കുള്ള ഒഴുക്ക് വ്യാപകമാണ് എന്ന് P. ജയരാജൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയായിരുന്നു. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു എന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി ഈ ഭീകര സംഘടനയിലേക്ക് പോകുന്നത് എന്നുമാണ് ആ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയരാജൻ പറഞ്ഞത്. ജയരാജൻ എഴുതുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ഒരു ചോദ്യത്തിനാണ് സംസ്ഥാനത്ത് ഇസ്ലാമിക തീവ്രവാദം ഇത്തരത്തിൽ വേരൂന്നിയ കാര്യം അദ്ദേഹം പറഞ്ഞത്. ലോകത്താകെ ഇസ്ലാമിക തീവ്രവാദം കൂടുകയാണ്. അതിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള യുവാക്കൾ IS-ലേക്ക് പോകുന്നു. അതിനെ ഗൗരവമായി തന്നെ കാണണം. കണക്കുകൾ അടക്കം നിരത്തിയാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ എന്നതും ശ്രദ്ധേയം. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മത രാഷ്ട്രീയവാദികളാണെന്നും അഭിമുഖത്തിൽ CPM മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ P. ജയരാജൻ പറഞ്ഞു. കാശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂരിലുള്ള 4 ചെറുപ്പക്കാരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ജയരാജന്റെ പുസ്തകങ്ങളിൽ കണ്ണൂരിലെ യുവാക്കളിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഒക്ടോബറോടെ പുസ്തകം പുറത്തിറങ്ങും. പുസ്തകത്തിന് വലിയ വിമർശനം ഉണ്ടാകുമെന്നും അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ല എന്നും നേതാവ് വ്യക്തമാക്കി. ജനാധിപത്യ രീതിയിൽ വിമർശനം ഉണ്ടാകണം, പക്ഷെ നിലവിലെ സ്ഥിതിക്ക് മാറ്റം വേണമെന്നും ജയരാജൻ പറയുന്നുണ്ട്. 2015 കേരളത്തിലെ IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അന്ന് അത് തള്ളിക്കളയുകയായിരുന്നു. ഇതേ പ്രമേയം കൈകാര്യം ചെയ്ത കേരള സ്റ്റോറിയെ സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞ് CPM എതിർക്കുകയും ചെയ്തിരുന്നു. വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും വർഗീയത പ്രചരിപ്പിച്ചു എന്ന CPM ആരോപണങ്ങൾ നിലനിൽക്കവെയാണ് P. ജയരാജന്റെ വിമർശനം. സംസ്ഥാനത്തെ ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണങ്ങളും കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചിരുന്നു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാകാത്തത് ഘടകകക്ഷികളിൽ തന്നെ കടുത്ത എതിർപ്പുണ്ടാക്കി. മലബാറിലെ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് P. ജയരാജൻ പുസ്തകരചനയിൽ ആണെന്ന് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. അതിനിടെയാണ് വിവാദ പ്രസ്താവന പുറത്തുവരുന്നത്. ഇത് പല നേതാക്കന്മാർക്കും തുറന്നു പറച്ചിലുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും കാലമാവുകയാണ്. പിണറായി വിജയന് തലവേദനയുടെയും കാലം. ന്യൂസ് ഡെസ്ക് കർമ്മ.